إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل فالله خير حافظا وهو أرحم الراحمين. സംരക്ഷകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായവനാണ്. സംരക്ഷകരിൽ ഏറ്റവും ഉത്തമൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ഫല്ലാഹു ഖൈറുൻ ഹാഫിദൻ വഹുവ അർഹമുർ റാഹിമീൻ. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കാരുണ്യവാനാണ് എന്ന് നമ്മെ പഠിപ്പിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ചും യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അവന്റെ ഈമാൻ ഏറ്റവും ശക്തിപ്പെടുകയും അല്ലാഹുവിൽ അങ്ങേയറ്റം ഭരമേൽപ്പിക്കുകയും തവക്കുൽ ചെയ്യുകയും ആ ഈമാൻ കൊണ്ട് മനസ്സ് ശാന്തമാകുകയും സമാധാനമടയുകയും ചെയ്യേണ്ടതാണ്. قال الله عز وجل ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു, അവൻ അല്ലാഹു തആല മതിയായവനാണ്. അല്ലാഹുവിൽ ഒരാൾ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹു മതി. ഈ നൈമിഷികമായ ജീവിതം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നു എന്നൊരു വിശ്വാസി കരുതുന്നില്ല. മറിച്ച് ഈ ദുനിയാവിന് ശേഷം അവൻ അർഹിക്കുന്നതായ സമയം ഈ ഭൂമി ലോകത്ത് ജീവിച്ച് തന്റെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകാനുള്ളതാണ് എന്നുള്ള ബോധം അവനുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പടച്ച റബ്ബിൽ അവൻ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അവൻ അല്ലാഹു മതിയായവനത്രേ. പടച്ച റബ്ബിൽ തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ചിന്തയും ഒരു പ്രയാസവും
അവനെ അലട്ടുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു കാര്യമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പൂർത്തീകരിക്കുവാനും പടച്ച റബ്ബ് കഴിവുള്ളവനാകുന്നു. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ, ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഏതൊരു കാര്യങ്ങളുണ്ടോ അള്ളാഹുവിന്റെ തീരുമാനത്തിനും വിധിക്കും അപ്പുറമായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന് അങ്ങേയറ്റത്തെ സമാധാനവും ശാന്തിയുമാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന് തീരുമാനിക്കാൻ സാധിക്കാത്തതായ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ, നാടുകളിൽ തനിക്ക് സ്വന്തമായി നിയന്ത്രിക്കാൻ കഴിയാത്ത, തന്റെ നിയന്ത്രണത്തിലുള്ളതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കും. ആ കാര്യങ്ങളിൽ ഒരു വിശ്വാസിയുടെ സമീപനം എന്താണ്? قال الله عز وجل قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. قل, അല്ലാഹുവിന്റെ റസൂലേ അവരോട് പറഞ്ഞു കൊടുക്കൂ, ലൻ യുസീബനാ ഇല്ലാ മാ കതബ അല്ലാഹു ലനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു കാര്യമാണോ നമ്മുടെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്, പടച്ചറബ് വിധിച്ചിട്ടുള്ളത്, അതല്ലാത്ത ഒന്നും തന്നെ നമുക്ക് ബാധിക്കുകയില്ല, നമുക്ക് സംഭവിക്കുകയില്ല. ഹുവ മൗലാന, നമ്മുടെ രക്ഷകൻ അല്ലാഹുവാണ്, പ്രപഞ്ച സൃഷ്ടാവാണ്, അവനാകുന്നു നമ്മുടെ സഹായിയും രക്ഷകനും. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് സത്യവിശ്വാസികൾ അവനിൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. യുദ്ധസഹജമായ സാഹചര്യങ്ങളിൽ ധാരാളമായി പല വാർത്തകളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ പ്രചരിക്കും. അവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമീപനം എന്തായിരിക്കണം? അല്ലാഹു തആല പറയുന്നു, وَإِذَا جَاءَهُمْ أَمْرٌ مِّنَ الْأَمْنِ أَوِ الْخَوْفِ أَذَاعُوا بِهِ, അവർക്ക് ചില വാർത്തകൾ ലഭിച്ചാൽ ആ വാർത്തകളെ യഥേഷ്ടം പ്രചരിപ്പിക്കുന്നവരായി മാറാൻ പാടില്ല. നേരെ മറിച്ച് വലൗ റുദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തൻബിതൂനഹു മിൻഹും, അതിന്റെ കൃത്യമായ ആളുകളിലേക്ക് മടക്കിയിരുന്നുവെങ്കിൽ, അങ്ങനെ കൃത്യമായ അതിന്റെ സോഴ്സുകളിൽ നിന്ന് അത് അന്വേഷിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുമായിരുന്നുവെങ്കിൽ അവരത് കൃത്യമായി അവർക്ക് അതിന്റെ വിവക്ഷയനുസരിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഭയം പടർത്തുകയും വ്യാജമായ വാർത്തകൾ തമാശയായിക്കൊണ്ട് പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ തമാശയാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് പ്രയാസപ്പെടുന്ന, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, മറ്റു രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് സഹായമാകുകയും അവർക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കുകയും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ നമ്മൾ നിയന്ത്രിക്കുന്നില്ല. പടച്ചറബ് തീരുമാനിച്ചതെന്തോ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചുകൊണ്ട് പറയുകയാണ്, പൊന്നുമോനെ, നീ മനസ്സിലാക്കണം, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, ചോദിച്ചാൽ നീ റബ്ബിനോട് ചോദിക്കുക, ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടിയാൽ റബ്ബിനോട് മാത്രമേ സഹായം തേടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലാ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, ഈ ഭൂമി ലോകത്തെ മുഴുവൻ മനുഷ്യരും നിന്നെ സംരക്ഷിക്കണമെന്നും നിനക്ക് ഉപകാരം ചെയ്യണമെന്നും
നിനക്ക് തുണയാകണമെന്ന് കരുതി നിന്റെ രക്ഷയ്ക്ക് വേണ്ടി വരികയാണെങ്കിലും അവർക്കൊന്നും തന്നെ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ സാധിക്കുകയില്ല, നിന്റെ റബ്ബ് നിനക്കത് വിധിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ. വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യദുറൂക ബിശൈഇൻ ലാ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. നീ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ ഈ ഭൂമി ലോകത്ത് വരുന്ന മുഴുവൻ മനുഷ്യരും നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും ഒരു പോറൽ പോലും നിന്റെ ശരീരത്തിൽ ഏൽപ്പിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല, നിന്റെ റബ്ബ് വിധിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ഈമാനാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. റുഫിഅത്തിൽ അഖ്ലാം വജുഫത്തിസ് സുഹഫ്. അള്ളാഹുവിന്റെ വിധി എഴുതുന്ന പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, മഷി ഉണങ്ങിയിരിക്കുന്നു. എന്ത് ഭയപ്പെടണം? അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, പടച്ച റബ്ബിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുക, ഈമാൻ മുറുകെ പിടിക്കുക, തൗഹീദുള്ളവരാകുക. മാത്രമല്ല, യാ അയ്യുഹല്ലദീന ആമനു സ്ബിറൂ വസാബിറൂ വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ പരസ്പരം ക്ഷമിക്കുക, അന്യോന്യം ക്ഷമ ഉപദേശിക്കുക, മാത്രമല്ല പരസ്പരം ചേർന്ന് നിൽക്കുക, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അതാണ് നിങ്ങൾ വിജയികളായി തീരുവാനുള്ള ഏകമാർഗം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും ക്ഷമയും തവക്കുലും പ്രാർത്ഥനയുമാണ് ഏത് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസങ്ങളെല്ലാം നീക്കിത്തന്ന് സമാധാനവും ശാന്തിയും എല്ലാ ആളുകൾക്കും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ഏത് നിമിഷവും ഒരു യുദ്ധവും ഇല്ലാതെ ഏത് നിമിഷവും ഈ ലോകത്ത് നിന്ന് ഇവിടെ ഇറഞ്ഞു പോകാം. ഏത് സമയത്തും മരണം നമ്മെ തേടിയെത്താം. അള്ളാഹുവിങ്കലേക്ക് ഏത് നിമിഷവും മടങ്ങുവാൻ തയ്യാറായി നിൽക്കുക. ഈമാൻ കൊണ്ട് അമലുസ്സാലിഹാത്തുകൾ കൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുക. അതിനൊരു യുദ്ധത്തിന്റെയും ആവശ്യമില്ല. ഏത് നിമിഷവും മനുഷ്യന്റെ ആയുസ് പടച്ച റബ്ബ് നിശ്ചയിച്ച ആയുസ് എത്തിയാൽ അവൻ റബ്ബിലേക്ക് തിരിച്ചുപോകും. അവസാനത്തെ 10 കടന്നു വരികയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അശ്ർ ശദ്ദ മിഅ്സറഹു വഅയ്ഖദ അഹ്ലഹു വഅഹ്യാ ലൈലഹു. അല്ലാഹുവിന്റെ റസൂലിന് അവസാനത്തെ 10 സമാഗതമായാൽ തന്റെ അരക്കെട്ട് മുറുക്കിയെടുക്കും, അമലുകൾ ചെയ്യുന്നതിൽ കൂടുതൽ ഉത്സാഹം കാണിക്കും, രാത്രിയെ ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിക്കും, തന്റെ കുടുംബത്തെയും എഴുന്നേൽപ്പിച്ചതിൽ ഭാഗവാക്കാക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അമലു സ്വാലിഹാത്തുകളിൽ മുഴുകുക. ധാരാളമായി ന്യൂസുകളിലും വാർത്തകളിലും മറ്റുമൊക്കെ സമയം ചെലവഴിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സമയമില്ലാതെ, ദിക്റുകൾക്ക് സമയമില്ലാതെ ചിലവഴിക്കേണ്ട സമയമല്ല. പരിശുദ്ധ റമദാൻ മാസമാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയും ദിക്റുകൾ കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തുകൾ കൊണ്ട്, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കൊണ്ട്, ദുആകൾ കൊണ്ട് സജീവമാകേണ്ട രാത്രി നമസ്കാരം കൊണ്ട് മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെങ്ങാനും രാത്രി നിന്ന് നമസ്കരിക്കാനുള്ള സൗഭാഗ്യം അവന് ലഭിച്ചാൽ അവന്റെ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് രാത്രി നമസ്കാരം നിർവഹിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നാടിനും അതുപോലെ തന്നെ ഈ നാടിന്റെ ഭരണാധികാരികൾക്കും ഇവിടെയുള്ള ജീവിക്കുന്ന സമാധാനകാംക്ഷികളായ ജനങ്ങൾക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار.
اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم من أراد بالإسلام والمسلمين سوءا فاجعل كيده في نحره واجعل تدبيره تدميرا عليه يا رب العالمين. اللهم احفظ بلاد المسلمين. اللهم احفظ بلادنا. اللهم احفظ بلادنا. اللهم اجعلها سخاء رخاء وسائر بلاد المسلمين. اللهم وفق ولاة أمورنا لما تحب وترضى وخذ بناصيتهم للبر والتقوى وارزقهم بطانة صالحة واحفظهم بحفظك يا رحمن وأقم الصلاة.